ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ മഞ്ജു പ്രഗ്നൻ്റ് ആണല്ലേ. മഞ്ജുനെ കൊല്ലാൻ വേണ്ടി നടക്കണം നമ്മുടെ ശാലിനിയും സ്വപ്നയും എല്ലാം. മഞ്ജു എങ്ങനെയും മരിക്കണം എന്ന്, ഗിരിയുടെ ഒപ്പം ജീവിക്കണ്ട എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ നമ്മുടെ ശാലിനിക്ക് കേട്ടോ. ശാലിനിക്ക് ഗിരിനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഗിരിൻ്റെ ഒപ്പം മഞ്ജു ജീവിക്കാൻ പറ്റില്ല. ആ ഒരു ഉദ്ദേശം മാത്രം നമ്മുടെ ശാലിനിൻ്റെ. ഇപ്പോൾ മഞ്ജു പ്രഗ്നൻ്റ് ആണെന്ന് കൂടി അറിഞ്ഞപ്പോൾ ആൾക്ക് പിന്നെ ഇരിക്കാൻ ഒന്നിനും പറ്റുന്നില്ല. ഫുൾ ടൈം ബിസിയാണ് കേട്ടോ ആള്. എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് ആളിനെ അങ്ങോട്ട് കൊല്ലണം എന്നുള്ള ഉദ്ദേശം മാത്രമാണ് നമ്മുടെ ശാലിനിക്ക് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് പിന്നെ സ്വപ്നന്റെ കയ്യിൽ ശാലിനി വിഷമൊക്കെ കൊടുക്കണ്ടില്ലേ, അത് പിന്നെ നമ്മുടെ അമ്മയാണ് പായസം ഉണ്ടാക്കുന്നത്. അതിലേക്ക് കലർത്തിയിട്ട് അമ്മയ്ക്കാണ് എല്ലാം പറ്റണതൊക്കെ കേട്ടോ. എന്നിട്ട് അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ എന്തോ വിഷം ഉള്ളിലേക്ക് കിടന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, അത്ര ആപത്തൊന്നും വന്നിട്ടില്ല. അപ്പോഴേക്കും നിങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സ്വപ്ന നെട്ടുകയാണ്. അമ്മേൻ്റെ വയറ്റിൽ വിഷമൊക്കെ പോയിട്ടുണ്ട്, എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല പറഞ്ഞിട്ട് പറയണം. വിഷമോ പറഞ്ഞിട്ട് കേൾക്കുകയാണ് കേട്ടോ. ആള് പിന്നെ ഒന്നും പറയുന്നില്ല, പക്ഷേ എല്ലാവർക്കും അറിയാം സ്വപ്നം അല്ലാണ്ട് വേറെ അവിടെ ആരും ചെയ്യാനില്ല. എന്നിട്ട് പിന്നെ അമ്മ റൂമിലേക്ക് പോകും കേട്ടോ. അമ്മ റെസ്റ്റ് എടുക്കാൻ വേണ്ടി റൂമിലേക്ക് പോകുമ്പോൾ കൂടെ സ്വപ്നയും പോകും. എനിക്കറിയാടി നീ തന്നെയായിരിക്കും ചെയ്യുക, അല്ലാണ്ട് മഞ്ജുവിന് ഇവിടെ വേറെ ഒരു ശത്രു പോലും ഇല്ല. നിനക്കാണ് അവളെ കൊല്ലണം എന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശം. നീ മേലെ ഇനി അവളുടെ പിന്നാലെ നടന്നു ഞാൻ അറിഞ്ഞ, എൻ്റെ പേരക്കുട്ടീനെ അവളുടെ വയറ്റിൽ ഇനി എങ്ങാനും നീ അവളുടെ പിന്നാലെ നടന്നു ഞാൻ അറിഞ്ഞ, ഇതായിരിക്കില്ല എൻ്റെ സ്വഭാവം. നീ എൻ്റെ മകളാണെന്ന് ഞാൻ നോക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭാനുമകളുടെ സ്വപ്നം നേർക്ക് തിരിയാണ് കേട്ടോ. ഇപ്പൊ സ്വപ്നയാണെങ്കിൽ ആ വീട്ടിൽ ഒറ്റയ്ക്കാണ്, ഒരാൾ പോലും സ്വപ്നയ്ക്ക് കൂട്ടില്ല. നേരത്തെ ഉണ്ടായ അമ്മ മാത്രമായിരുന്നു, പക്ഷെ അമ്മയും ഇപ്പോൾ മഞ്ജുവിൻ്റെ കൂടെ ആയില്ല. ഇനി എനിക്ക് അവിടെ ഒന്നും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്നൊക്കെ നമ്മുടെ സ്വപ്നയ്ക്ക് മനസ്സിലാവാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഓരോന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊന്നും അല്ല അമ്മേ ചെയ്തത്, നീ തന്നെയാണ് മോളെ, നീ തന്നെയാണ് ചെയ്തത്, എനിക്കറിയാം, നിന്നെ എനിക്ക് അറിയാണ്ടിരിക്കുകയാണോ കൊണ്ട് ഞാൻ ചിലപ്പോൾ അമ്മ ഉണ്ടാക്കിയതെന്നും പ്രശ്നമായിരിക്കും. ഞാൻ ഇത്ര കൊല്ലം വരെ ഉണ്ടാക്കിയിട്ട് ഒരു പ്രശ്നം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഫുഡ് പോയിസൺ വന്നിട്ടുണ്ടോ? പിന്നെ പുതിയതായിട്ട് ഉണ്ടാക്കുകയാണ് ഞാൻ, നീ എന്തൊക്കെയാ പറയണേ, എന്നെക്കുറിച്ച് നീ എന്താ പറയണ പറഞ്ഞിട്ട് ഇങ്ങനെ ഭാനുമ്മ അവളെ ചീത്ത തല്ലാനൊക്കെ പോകുന്നുണ്ട്, പക്ഷെ തല്ലണമൊന്നുമില്ല കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ വേണ്ടത് നമ്മുടെ ഗിരിനെ ശാലിനി ഗോപാൽജിന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് നീ ഇങ്ങനെ കോഴിക്കോട് പോണം, അവിടെ നീ പോയേ പറ്റൂ പറഞ്ഞിട്ട് പറയണേ. നീ എനിക്ക് അറിഞ്ഞുകൊണ്ട് പണി തരികയാണല്ലേ, മഞ്ജു ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ അവളുടെ കൂടെ ഇരിക്കേണ്ട സമയമാണ്, നീ ആ സമയത്ത് തന്നെ എന്നെ എന്തിനാ ഇങ്ങ് ദ്രോഹിക്കണം? നീ പോയില്ല പറഞ്ഞാൽ പിന്നെ മഞ്ജുവിൻ്റെ ആ വീട് നീ എടുക്കാൻ വേണ്ടി നോക്കണ്ടല്ലോ, അത് ഞാൻ എന്തായാലും തരില്ല. ഒരു നല്ലൊരു വിലയ്ക്ക് ആൾ വന്നിട്ടുണ്ട്, ഞാനത് വിൽക്കും പറഞ്ഞിട്ട് പറയണേ. അപ്പോൾ ആ ഒരു ഭീഷണിന് മുന്നേ നമ്മുടെ ഗിരി വഴങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് ഗിരി കോഴിക്കോട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിക്കുകയാണ്. എന്നിട്ട് പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുക. ഞാൻ മഞ്ജു പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ അവളെ വിട്ട് പോവണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങോട്ട് നമ്മുടെ മഞ്ജു കയറി വരിക. മഞ്ജു കയറി, എന്താ ഗിരിയേട്ടാ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അല്ല, ഈ ശാലിനെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ല, അവളിങ്ങനെ ഓരോ നമ്മൾ ഒപ്പം ജീവിക്കണ്ട പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ പണി തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്, അതിനെന്താ ഗിരിയേട്ടാ? അതൊന്നും കുഴപ്പമില്ല, ഞാനിപ്പോൾ എത്ര പ്രശ്നം നേരിട്ടിരിക്കണു, പിന്നെയാണ് അവളുടെ ഒരു ഓരോ പ്രശ്നങ്ങൾ. എനിക്ക് അതൊന്നും ഒരു ഇതുമില്ല ഗിരിയേട്ടൻ. ഗിരിയേട്ടൻ സന്തോഷത്തോടെ പോയി വാ, നമ്മുടെ സ്നേഹം നമുക്കറിയാം, വെളിയിലൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗിരിനെ സന്തോഷിപ്പിക്കാൻ കേട്ടോ. എന്നിട്ട് കുറച്ച് അവരുടെ സ്നേഹപ്രകടനവും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗിരി അങ്ങനെ മഞ്ജുവിൻ്റെ വാക്ക് കേട്ടിട്ട് കോഴിക്കോട് പോവാണ്. പോയി കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ശാലിനി ഗിരിനെ കോഴിക്കോട് പോകാൻ പറഞ്ഞത് തന്നെ എന്തിനാ, നമ്മുടെ മഞ്ജുവിനെ കൊല്ലാൻ വേണ്ടി ആയിരുന്നു കേട്ടോ. എന്നിട്ട് അതുപോലെ നമ്മുടെ ഭീമൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ അവിടെയാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് സ്വപ്നയെ ശാലിനി വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഇന്ന് ഭീമൻ വരും, ഗിരി അവിടെ ഇല്ലല്ലോ, ഗിരിനെയൊക്കെ ഞാൻ അവിടെ നിന്ന് വിട്ടു എന്നൊക്കെ പറയണം. ഓ, നിന്റെ ഐഡിയ എന്തായാലും കൊള്ളാം ശാലിനി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കുറച്ച് പ്രോത്സാഹപ്പെടുത്തുകയൊക്കെ ചെയ്യണ്ട കേട്ടോ സ്വപ്ന. എന്നിട്ട് പിന്നെ പറയും, സ്വപ്ന ശാലിനിയോട് പറയും, എനിക്കൊരു പേടിയേ ഉള്ളൂ, നീ ഭീമൻ മഞ്ജുവിനെ കൊല്ലാൻ വേണ്ടി വിട്ടാക്കി പറഞ്ഞ, മഞ്ജുവിനെ കൊല്ലാൻ വേണ്ടി വരുമ്പോൾ അമ്മയ്ക്ക് മഞ്ജുവിനോട് നല്ല സ്നേഹമാണ്, അമ്മ എന്തായാലും എതിർക്കാൻ വരും പറഞ്ഞിട്ട് പറയണേ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശാലിനി പറയും, ആ, എതിർക്കാൻ വന്നാൽ നിന്റെ അമ്മൻ്റെ ആയുസ് അത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചോ, വേറൊന്നും നീ വിചാരിക്കാൻ നിൽക്കണ്ട പറഞ്ഞിട്ട് പറയണത് കേൾക്കുമ്പോൾ നമ്മുടെ സ്വപ്നയ്ക്ക് അങ്ങോട്ട് പിടിക്കണില്ല കേട്ടോ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, മഞ്ജുവിനെ കൊല്ലുകയും വേണം, അമ്മയാണെങ്കിൽ ഇല്ലാണ്ടാവും, അങ്ങനെയൊക്കെ ആൾക്ക് ഒരു ടെൻഷൻ ഉണ്ട്. പക്ഷെ അത് വേണ്ടാന്നൊന്നും വെക്കണില്ല. ആ, ശരി ആയിക്കോട്ടെ, എന്തായാലും ആവട്ടെ പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നം പറയണം കേട്ടോ. അമ്മനെ പോലും ഒരു സ്നേഹമില്ലാത്ത മകളാണെന്ന് അതിലൂടെ തെളിയിക്കാൻ കേട്ടോ സ്വപ്ന. പിന്നെ കാണിക്കുന്ന സീൻ കൊണ്ട് നമ്മുടെ ശാലിനി പറഞ്ഞ പോലെ ഭീമൻ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വീട്ടിലേക്ക് വന്ന് ആദ്യം കാണുന്നത് തന്നെ നമ്മുടെ ഭാനുമ്മയാണ്. ഭാനുമ്മ അവൻ കത്തിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഭാനുമ്മ
അവനെ കണ്ടതും അവൻ നേർക്ക് പോവാണ്. എന്നിട്ട് അവനെ മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മഞ്ജുവും കയറി വരികയാണ് കേട്ടോ. മഞ്ജുവിനെ പ്രഗ്നന്റ് ആണല്ലോ, ഒരുപാട് സ്ട്രെസ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നിട്ട് പിന്നെ ഭാനുമ്മയും മഞ്ജുവും കൂടി അവനെ പിടിച്ചു നിർത്താനൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ പിടിച്ചു നിർത്തണേൽ നമ്മുടെ മഞ്ജുവിനെ തള്ളിയൊക്കെ അവൻ ഇടുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒന്നും പറ്റണമില്ല മഞ്ജുവിന്. അങ്ങനെ പിടിച്ചു മാറ്റുന്നിടയിൽ നമ്മുടെ ഭാനുമ്മന്റെ കൈ അങ്ങോട്ട് മുറിയുന്നുണ്ട്. മുറിയുമ്പോൾ നമ്മുടെ സ്വപ്നം അങ്ങോട്ട് ഓടി കയറി വരും. അതുവരെ അത്ര നേരം അങ്ങോട്ട് വന്നേ ഇല്ല കേട്ടോ, പേടിച്ചിട്ട്. ആര് വന്നാലും കൊല്ലുന്നല്ലേ പറഞ്ഞിരിക്കണം. അപ്പൊ അവൾ കയറി പോയി പറഞ്ഞാൽ അവളെയും കൊല്ലില്ലേ, അതുകൊണ്ട് അവള് വന്നേ ഇല്ല. എന്നിട്ട് പിന്നെ അമ്മ നിലവിളിക്കണ കണ്ടപ്പോ അങ്ങനെ ഓടി വന്നു അവള്. എന്നിട്ട് പിന്നെ ഭാനുമ്മനെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. ഭീമൻ അപ്പേക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അങ്ങനെ പോണത് ശാലിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് അവളെ പോയി നടന്ന കാര്യങ്ങളൊക്കെ പറയും. ഞാൻ മഞ്ജുവിനെ കൊല്ലാൻ വേണ്ടി പോയപ്പോ ഭാനുമ്മയാണ് തടയാൻ വേണ്ടി വന്നത്, പണ്ട് ഭാനുമ്മന്റെ കൈയൊക്കെ മുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാണ് കേട്ടോ. ഇത് അങ്ങനെ നമ്മുടെ ഗിരിയും അറിയുന്നുണ്ട്. ഗിരി അറിഞ്ഞിട്ട് ആ സ്പോട്ടിൽ തന്നെ ഇങ്ങോട്ട് വരികയാണ്. വന്നിട്ട് പിന്നെ ഭീമനുള്ളത് നന്നായി കൊടുക്കുന്നുണ്ട് കേട്ടോ. എത്ര കൊണ്ടാലും പഠിക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഭീമനും ശാലിനി നടക്കുന്നത്. ശാലിനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഭീമൻ കുറച്ചെങ്കിലും ബുദ്ധിയോടെ പെരുമാറിക്കൂടെ? എത്ര കൊണ്ടാലും, അതും ഗിരിന്റെ എത്ര കൊണ്ടാലും മതിയാവില്ല എന്നൊക്കെ പറയുമ്പോ എന്താ ചെയ്യാ?